ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനലിലെ വ്ളോഗ് വീഡിയോസിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേന് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടൊരു ഇൻ്റർനാഷണൽ ഫുട്ബോൾ മാച്ച് കാണാൻ പോവാണ് ഗൈസ്. അപ്പോൾ കൊച്ചിയിൽ വന്നതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒക്കെ കളി കാണാൻ പോയിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് ഒരു ഇൻ്റർനാഷണൽ മാച്ച് നമ്മുടെ കൊച്ചിയിൽ ഏകദേശം 10 വർഷത്തിന് ശേഷമാണ് ഒരു ഇൻ്റർനാഷണൽ മാച്ച് വരുന്നത്. അപ്പം അത് കാണാനുള്ള ഭയങ്കര ആകാംക്ഷയിലാണ് ഇപ്പം പോയിക്കൊണ്ടിരുന്നത്. ടിക്കറ്റൊക്കെ നേരത്തെ തന്നെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കളി കാണാൻ വേണ്ടി ഫ്രണ്ട്സൊന്നും ആരും കൂട്ടത്തിൽ ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് കളി കാണാൻ പോകുന്നത്. അപ്പം അതിൻ്റെ കൂടെ കുറച്ചൊരു ത്രില്ലുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ ഇന്ന് പ്രതീക്ഷയിലും അധികം ആൾക്കാരുണ്ട്. സ്റ്റേഡിയം എന്നാൽ അത്ര ഫുള്ളൊന്നും അല്ലെങ്കിൽ ഏകദേശം 22,000 പേര് സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. സത്യം പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ചും അതുപോലെ തന്നെ ISL ഒക്കെ കുട്ടിക്കാലം തൊട്ട് കണ്ടു വളർന്ന സാധാരണ ഒരു മലയാളി ആയിട്ടുള്ള എനിക്ക് ഒരു ഇന്ത്യയുടെ ഒരു ഇൻ്റർനാഷണൽ മാച്ച് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അതായത് ISL ഇപ്പം കാണുന്നവർക്കൊക്കെ അറിയാം, ISL കളിക്കുന്ന പ്ലേയേഴ്സ് എല്ലാം ഒരുമിച്ച് നമ്മുടെ ഇന്ത്യൻ ജേഴ്സിയിൽ കളിക്കുമ്പോഴത്തേനും ഒരു പ്രത്യേക വേറൊരു വൈബ് തന്നെയാണ്. എനിക്കിപ്പോൾ ടിക്കറ്റ് കിട്ടിയത് വെസ്റ്റ് ഗാലറിയിലാണ്. അപ്പം ഒറ്റയ്ക്ക് ആയതുകൊണ്ട് വൈബിന് കുറവൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ അടുത്ത് വേറെ കുറേ പേര് ടീംസൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് നല്ല ഓളൊക്കെ വെച്ചിട്ടാണ് കളി കണ്ടത്. ഇപ്പം നമ്മുടെ മാച്ച് ഇന്ത്യ ജയിച്ചു, 2-1 ജയിച്ചു. കിടില മാച്ചായിരുന്നു. അപ്പം അതിനുശേഷം പിന്നെ മാച്ചൊക്കെ കണ്ട് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ കളിക്ക് ശേഷമുള്ള ആവേശകരമായിട്ടുള്ള ആൾക്കാരുടെ ബഹളവും പ്രകടനങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് കേരളത്തിൽ കൊച്ചിയിൽ വന്ന് കളി കാണുമ്പോൾ തന്നെ പ്രത്യേക ഒരു വൈബ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും.